ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. 2 ദിവസങ്ങളിലായി തിരുവിഴാങ്കുന്ന് UP സ്കൂളിൽ നടന്നു വന്ന നേത്ര പരിശോധന ക്യാമ്പ് സമാപിച്ചു. കോട്ടോപ്പാടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെയും തിരുവിഴാങ്കുന്ന് CPAUP സ്കൂളിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കാണ് ക്യാമ്പ് നടത്തിയത്. പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് കാഴ്ചയ്ക്ക് പ്രയാസം നേരിടുന്നവർക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം പ്രധാനാധ്യാപകൻ ശ്രീവത്സൻ DS നിർവഹിച്ചു. IEDC ചാർജുള്ള അധ്യാപകനായ ജയൻ ചാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു. BRCയിലെ സൗമ്യ, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഓപ്റ്റോമെട്രിസ്റ്റ് ഹാജര എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. JHI വിനോദ്, രൂപിക, ലൈലാമണി, MLPമാരായ മഞ്ജുള, അർച്ചന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പ് തിങ്കളാഴ്ച സമാപിച്ചു. ക്യാമ്പിനെത്തിയ ഓരോ കുട്ടികളുടെയും ഉയരവും തൂക്കവും അടയാളപ്പെടുത്തിയാണ് കണ്ണ് പരിശോധനയ്ക്ക് അയച്ചത്. UP സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ആദ്യമായാണ് ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സ്കൂളിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കാണാതായ അർജുനൻ്റെ ട്രക്ക് വരച്ച് വിദ്യാർത്ഥികൾ. തിരുവിഴാങ്കുന്ന് UP സ്കൂളിലെ കുട്ടികളാണ് അർജുനൻ്റെ ട്രക്ക് വരച്ചത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുനൻ്റെ കുറിച്ചുള്ള ദുഃഖത്തിൽ കുട്ടികളും. തിരുവിഴാങ്കുന്ന് CPAUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ പ്രസിൻ പ്രസാദും സഹായിയായി മുഹമ്മദ് നാസിഖുമാണ് അർജുനൻ്റെ മരം കയറ്റി വരുന്ന ട്രക്ക് കുട്ടികളുടെ ഭാവനയിൽ തികച്ചും ഒറിജിനൽ വെല്ലുന്ന രീതിയിൽ വരച്ചു തീർത്തത്. കുട്ടികൾക്ക് വരയിൽ അത്രയൊന്നും പ്രാഗൽഭ്യമില്ലെങ്കിലും കേട്ടും കണ്ടുപറഞ്ഞ ആശയങ്ങൾ വരയിലൂടെ പേപ്പറിൽ വരച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ അർജുനുമായുള്ള അവരുടെ ദുഃഖം പങ്കുവച്ചത്. ദിവസങ്ങളായി തുടരുന്ന ചിത്രത്തിൻ്റെ പണിപ്പുരയിൽ 2 ദിവസം മുമ്പാണ് ചിത്രം പൂർത്തീകരിച്ചത്. കുട്ടികൾ ഒഴിവു സമയങ്ങളിൽ മറ്റും ദുശ്ശീലങ്ങൾക്കൊന്നും ഏർപ്പെടാതെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ചിത്രം വരച്ചു തീർക്കുന്ന സ്വഭാവക്കാരാണ് എന്ന് കൂട്ടുകാരായ കുട്ടികളും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.